കേരളത്തിൻ്റെ പല ഭാഗത്തും ശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ച ന്യൂസായിരുന്നു ഇന്ന് രാവിലെ തന്നെ കണ്ടത്. മദ്രസകൾക്കും സ്കൂളുകൾക്കും മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ പക്കാ ഒരു അവധി കൊടുക്കുന്നതിന് പകരമായിട്ട് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റായിരുന്നു ഇന്നത്തെ പഠന സംവിധാനങ്ങൾ. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സംഭവം ശക്തമായ മഴയാണ്, സ്കൂളിലേക്ക് പോകാനും അതുപോലെ മദ്രസകളിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്കിലും ഓൺലൈൻ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാമായിരുന്നല്ലോ. എസ്പെഷ്യലി സൂം, ഗൂഗിൾ മീറ്റ് പോലുള്ള ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങൾ ഇന്ന് പരിചിതമാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവധി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കലായിരിക്കും നല്ലത്. കാരണം മഴ പല ദിവസങ്ങളായിട്ടുണ്ട്, അത് മഴക്കാലമാണ്, അപ്പോൾ പല ദിവസങ്ങളായിട്ട് മഴകളുണ്ടാവും. അപ്പം ഇങ്ങനെ ഇനി അടുത്ത ദിവസം ഇത്തരം ശക്തമായ മഴയാണ്, അടുത്ത ദിവസം അവധി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കലാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഒരു ദിവസത്തെ പഠനം പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടം തന്നെയാണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരു സംസ്ഥാനം കൂടെയാണ്. അപ്പോൾ ഒരിക്കലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒരിക്കലും തടസ്സമാവരുത്. ഇപ്പം ഇന്നത്തെ സംബന്ധിച്ചോളം രാവിലെ സുബഹി മുതൽ വളരെ ശക്തമായ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓൾറെഡി മഴ നിന്നിട്ടുണ്ട് നാടുകളിലൊക്കെ. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ട് കുട്ടികൾ മൊബൈൽ അഡിക്റ്റഡായി മാറിയിരിക്കും ചെയ്യുക. കാരണം സ്വാഭാവികമായിട്ട് കുട്ടികൾ സ്കൂളിൽ അല്ലെങ്കിൽ മദ്രസയിലും പോയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കുട്ടികൾ മൊബൈലിൽ കളിച്ച് ടൈം കളയും. അതുമായി പല പല ഗെയിംസ് കളിച്ചുകൊണ്ട് ടൈം കളയും അല്ലേ. അത് പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഏതായിരുന്നാലും എൻ്റെ ഒരു സുഹൃത്ത് ഷാഫി ഉണ്ട് ലണ്ടനിലുള്ള, അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയണത് കേട്ടോ. അവന് എമർജൻസി കേസിൽ നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ ഒരാഴ്ച എക്സ്ട്രാ ആയിട്ട് ലീവ് വേണ്ടി വന്നു. പക്ഷെ അതിൻ്റെ പകരമായിട്ട് അവന് സ്വന്തം കുട്ടികൾ അവിടെ സ്കൂളിലാണ് പഠിക്കണത്. പെർ ഡേ വെച്ച് 160 പൗണ്ടോളം എനിക്ക് ഡെയിലി വേസ്റ്റ് ഈ ഒരു 7 ദിവസം ഫൈൻ അടക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം കുട്ടികൾ ആബ്സെൻ്റ് ആയ കാരണത്താൽ. കാരണം അത്രത്തോളം ഒരു വിദ്യാഭ്യാസത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന നാടുകളാണ്. അപ്പോൾ ഏതായിരുന്നാലും ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം. ഓക്കെ, ബൈ.